ഭൂകാരി പണ്ടൊക്കെ എന്ന് വെച്ചാൽ അത്ര പണ്ടൊന്നുമല്ല, ആൾക്കാർ ഇതിനെ വിളിച്ചിരുന്നത് BBL ഗാരി എന്നാണ്. പിന്നെ 98 നമ്മൾ റനീസ് റഹ്മാൻ, നിങ്ങൾക്കറിയാം, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ വെച്ചോടുള്ള G-Tech, ഇവൻ സിംഗപ്പൂരിൽ പോയി വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ബുൾഗാരിയാണെന്ന്. ഇപ്പം അവിടുന്ന് പോയി ഭൂകാരിയായി. ഇതൊന്ന് പണയം വെക്കണം. അല്ല, ഇപ്പം നിങ്ങൾ ഏത് രാജ്യത്തപ്പോൾ ഉള്ളത്? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വാച്ച് പണയത്തിനെടുക്കുമോ? പണ്ട് സീക്കോ റേക്കോക്കെ ആണെങ്കിൽ അക്കാലത്ത് അത് ശരി. ഒറിജിനലാണത്. ഈ ഇരിക്കുന്ന ഹക്കീം ചേട്ടൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുണ്ട്, മെയ്ഡ് ഇൻ ബേപ്പൂർ. അപ്പോഴാണ് ഒരു ഭൂകാരി. പൊന്നാണെങ്കിലും പൊരുളാണെങ്കിലും ഇതാ ഇങ്ങനെ ഉള്ളം കയ്യിൽ എടുത്തു വെച്ചാൽ ഇൻ്റെ ഞരമ്പുകൾ പറയും, മോനെ ഹക്കീമേ പുന്നാര മുത്തേ അത് ഒറിജിനലാണെന്ന്. അല്ലെങ്കിൽ എടാ ഹക്കീമേ പഹയ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നും. നിങ്ങൾക്കറിയോ, ഇവിടെ തൃശ്ശൂരടുത്ത് പെരുമ്പിലാവിൽ ഒരു അബ്ദുൽ കരീം ഹാജി ഉണ്ട്. മൂപ്പര് താന്നൂർന്ന് ഒരു 5-8 കൊല്ലപ്പിള്ളേരും കൂട്ടിയിട്ട് മലേഷ്യയിൽ പോയി വാച്ച് ഉണ്ടാക്കാൻ പഠിപ്പിച്ച് നമ്മളിവിടുത്തെ ടൈറ്റാനിയം സിറ്റീസിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അവർ ഷോറൂമിൽ തന്നെ വെക്കലാ പരിപാടി. ഈ കൊച്ചിയിൽ ഒരുപാട് ആൾക്കാർ അതും കെട്ടി സുജായിമാരായി നടക്കുന്നുണ്ട്. ഇപ്പൊ തെക്കന്മാരെ പണി ഇമാതിരി ഐറ്റംസിന്റെ അച്ചുണ്ടാക്കലാ. കൽക്കപ്പന്മാരല്ലേ ടാഗ്യോറിന്റെ വാച്ചൊക്കെ ഇപ്പൊ കൊച്ചിയിൽ ഇറങ്ങുന്നത്. ശരി, പണയം വേണ്ട. എന്ത് വില തരും? ഒരു 6000 ഉറുപ്പ്യക്കാണ് കബൂൽ. 6000 രൂപയോ? 1 ലക്ഷം രൂപ ഉണ്ടതിന്? ഇതിന്റെ വിലയൊന്നും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. പഴകിടയിനനുസരിച്ച് വില കൂടാൻ ഭൂമിയൊന്നും അല്ലല്ലോ. ഏൻ്റെ മുന്തി ഐറ്റൻ്റെ 10,000 കാണണം നിങ്ങൾക്ക്. ഭൂകാരിന്റെ ഡയഗണോ സീരീസ്. നല്ല 6000 രൂപ എന്നൊക്കെ പറഞ്ഞ ഗ്യാരണ്ടി കാർഡില്ല, ബോക്സ് ഇല്ല, പോട്ടെ വാങ്ങിയ കിടന്ന കവർ പോലും ഇല്ല. പിന്നെ എന്ത് കണ്ടിട്ടാ? 6000 തന്നെ ജാസ്തിയാ. 6000 6000 തരൂ. ആദ്യത്തെ കച്ചവടം ഏതാണ്ട് എത്ര സ്ട്രിക്റ്റ്. അതെ, ഇങ്ങനത്തെ ഐറ്റംസ് ഇനിയും ഇവിടെ എടുക്കും കേട്ടോ. പക്ഷെ ഇപ്പം ഇവിടെ കൊച്ചിയിൽ നല്ല മൂവിങ് ഉള്ള ബ്രട്ട്ലിങ്ങും ബോമൻ മെർസിയറൊക്കെയാണ്. നിങ്ങൾ ആ സാധനം കൊണ്ടുവന്നോളി, വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ചായക്ക് വരട്ടെ. വേണ്ട, ഈ ടിപ്പു സുൽത്താൻ ഹോട്ടലിലേക്കുള്ള എളുപ്പ വഴി. ടിപ്പു സുൽത്താൻ ഹോട്ടലിൻ്റെ അതിൻ്റെ പിന്നെ തന്നെ ഈ സൈഡിൽ ഒരു തോടുണ്ട്, അതിനെ കല പിടിച്ച് അങ്ങനെ പറഞ്ഞാട്ട് പോയാൽ മതി. ആ ഒറിജിനൽ തന്നെ അല്ലേ? കാണാ ഹമീദ, ആ ബില്ലങ്ങ് കൊടുത്തേക്ക്. 2300 രൂപയോ? ഇതാർക്കത്? ആവശ്യമുള്ളവർ വെളിയിലും ഉണ്ടല്ലോ. സാറ്, ആന ഫ്രൈ കിട്ടുമോ എന്ന് ചോദിച്ചെന്ന് കേട്ടോ. കിട്ടായിക ഒന്നുമില്ല സാറേ. പണ്ട് നഞ്ചാങ്കോടിനടുത്ത് കട നടത്തിയിരുന്നപ്പോൾ അതും ഞാൻ വിളമ്പിയിട്ടുണ്ട്. അതൊക്കെ അറിയേക്ക. പാർവതി, ഒരു മിനിറ്റ്. അഡ്രസ് ഇതിലുണ്ട്. ഒന്നവിടെ എത്തിക്കണമല്ലോ പാർവതി. എന്താ, എത്തിക്കില്ലേ? ഞാനോ? അതെ, ചെറിയൊരു ഫേവർ ചെയ്യില്ലേ? പാർവതി ചെയ്യും, എനിക്കറിയാം. അത്രയ്ക്ക് ഇഷ്ടമല്ല അമ്മൂനെ. എന്താ ഇത്? ആസിയാൻ കരാർ അച്ചുമ്മയുടെ വീട്ടിലെത്തിക്കണം. എന്താ പാർവതി? രവി, ഞാൻ കൊടുക്കാം. എവിടെയാന്ന് വെച്ചാൽ എത്തിച്ചാൽ പോരെ. ഒരു ഫോൺ കോൾ അകലത്തിൽ പാർവതി ഉണ്ടാവേണ്ടത് എൻ്റെ ആവശ്യമാണ്. മണ്ടത്തരൊന്നും കാണിക്കരുത്. നിന്റെ കുഞ്ഞിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്, അത് മറക്കണ്ട. വാക്കുകൾ സൂക്ഷിച്ച്.
എന്നടാ അമ്പി ഇங்கே സ്മോളിങ്ஸா இல்லை நான் ஆஃபீஸிൻ്റെ அண்ணன் என்ன இங்கே ഞാൻ ഇങ്ക പക്കത്തില് സോറി ഞാൻ ഇവനുடைய അണ്ണൻ കല്യാണകൃഷ്ണൻ തഞ്ചാവൂരിന്ന് രുക്കുമാമി വന്നിട്ടുണ്ട് അപ്പൊ അവിടെ സിസ്റ്റർ ചെന്ന് കാണണമെന്ന് മാമ ഫോൺ ചെയ്ത് ഒരേ നിർബന്ധം കുറെ അരിമുറുക്കും ചീടയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് നിന്നുടെ ഫ്രണ്ട് അല്ലേ അതെ രവി രവി എബ്രഹാം ക്രിസ്ത്യനാ നമ്മ കണ്ണമ്മ അവിടെ തമ്പി മാതിരി ഇരിക്കും അതേ ഷർട്ട് അതേ പാന്റ് അതേ ഷൂസ് ആണാ മൂഞ്ചു മട്ടും അപ്പടിയല്ല ഓക്കെ ഓക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എല്ലാവരായിട്ട് പെട്ടെന്ന് കമ്പനി അല്ലണ്ണ ഞാൻ கொஞ்சம் ബിസിயாக இருக்கோம் അതാ ഞാനും ബിസി അതെല്ലാം വിട് ഫ്രണ്ട്സ് രണ്ടുപേരും വീക്കെൻഡ് ആഘോഷിക്കാൻ ഇറങ്ങിയതായിരിക്കും സ്മോളിങ് അതെ അണ്ണൻ വരുന്നോ പിന്നെന്താ കുറെ നേരമായി ഓട്ടോ കാത്തു നിൽക്കണേ ഒരെണ്ണം നിർത്തണ്ടേ ഒരു ജീവൻ രക്ഷാ പോളിസി കൊടുക്കാനുണ്ട് ചുള്ളിക്കല് നിങ്ങൾ ആ വഴിയാ അല്ല അതെ അതെ കുഴപ്പമില്ല ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം അല്ലണ്ണ നിങ്ങൾ പോങ്കോ ചുമ്മാരുടെ അമ്പി ഒരു ഫ്രണ്ട് അൻപാകെ കൂപ്പിടുമ്പോ അത് മട്ടുമല്ല ഫ്രീ ലിഫ്റ്റ് തന്നെ അപ്പുറം എന്നാ ഒന്ന് വഴി മാറി ഇതിലല്ല ബാക്ക് ബാക്ക് ഇതിലേ അങ്ങോട്ട് പോവാൻ പറ്റില്ലേ ഇല്ല ഓ പഴയ വണ്ടിയല്ലേ ഒരു ലിഫ്റ്റ് തന്നതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ലല്ലോ നിനക്ക് കർത്താവായിട്ട് എൻ്റെ കോട്ടിലിട്ട് തന്നൊരു പന്തല്ലേ അകത്ത് കയറിയിരിക്കുന്നത് ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ എന്നാ നീ ഒന്ന് കളിക്കേ ചീട നമ്മുടെ അരിമുറുക്കിന്റെ ഫാമിലിയാ ഉരുണ്ടിട്ടാന്നുള്ളൂ സാപ്പിടുങ്കോ വേണ്ട റുക്കുമാമി അവരുടെ കയ്യാല പണിയത് സാപ്പിട്ട് പാര് സാപ്പിടുങ്കോ ഇവൻ എങ്ങനെയാ രവിക്ക് പരിചയം ഏതെങ്കിലും ബാറിൽ വെച്ചായിരിക്കും ഞാൻ അപ്പവേ നനച്ചേൻ ഞാൻ ഇവനുடைய അണ്ണൻ എന്ന് പറഞ്ഞ കസിൻ ബൈ ദ വേ ഏതാ ഡ്രിങ്ക് സിംഗിൾ മോൾട്ട് ഏതായാലും ഓ വെരി നൈസ് കേട്ടോ രവി വലിയ സ്ഥിതിയിലൊന്നും ആയിരുന്നില്ല ഇവന്റെ കുടുംബം അപ്പ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു അമ്മ ഹൗസ് വൈഫ് ഇവൻ വിക്ടോറിയയിൽ BSc ജോയിൻ ചെയ്തു അപ്പോഴാ ഒരു ലെറ്റർ വരുന്നത് കരക്കൂർ IIT അന്നൊക്കെ ഞാൻ சொன்ன IIT അമ്പിന്ന് ഇവൻ കേക്കലേ ഇവന് താല്പര്യം ന്യൂക്ലിയർ ഫിസിക്സ് ആണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇവനൊരു 10 വയസ്സുണ്ട് ദീപാവലിക്കും വിഷുവിനും അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ശിവകാശി പടക്കം ഇവന്റെ അടുത്ത് കൊണ്ടുവരും നവസാരവും ഇഷ്ടിയപ്പൊടിയും ബാറ്ററിക്ക് അകത്തുള്ള കരിയും ചില അങ്ങാടി മരുന്നുകളും വെടിമരുന്നിലും മിക്സ് ചെയ്യണ ഇവന്റെ ഒരു ടെക്നിക്ക് ഉണ്ട് ദീപാവലിക്ക് ഞങ്ങളുടെ എണ്ണക്കാര തെരുവിലെ പടക്കത്തിന്റെ ശബ്ദം നെന്മാറ വേല മാറി നിൽക്കും അന്നയ്ക്ക് പടക്കം ഇന്ന് ബോംബ് അവളുതാൻ ഡിഫറൻസ് ഇവനാത്തിലെ എല്ലാവരും വില്യൻ രഞ്ജിനി ഇവനുടെ തങ്കച്ചി അകത്തെ തറ NSS കോളേജിലെ ലെക്ചറർ നിങ്ങൾ സറ്റ് സുമാർ കള എന്നടാ അമ്പി നിന്റെ കൂട്ടുകാരൻ തന്നെ രവി